അത് ആർ എസ് എസിലുള്ള അനിൽകുമാറും അയാളുടെ മോന് നന്ദു എന്ന് പറയണ ഞാൻ വീട് തൂത്തുവരാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവർ മോശമായിട്ട് ഒരുപാട് ദിവസം കൊണ്ട് പറയായിരുന്നു. അവരെ കൂടെ പോണം, അവർ പൈസ തരാം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അപ്പോഴത്തേക്കും എന്നെ അടിച്ച്. ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ആരും ഇല്ലേ, നിങ്ങൾ അമ്മയും പെമ്മങ്ങാരും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ അടിച്ചപ്പോഴത്തേക്കും അടി കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു അമ്മയെടുത്ത്. അപ്പോഴും എൻ്റെ സഹോദരങ്ങൾ അവിടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ചോദിക്കാൻ വേണ്ടിയാണ് പോയത്, എന്തിനാ അവൾ അടിച്ചത്, അവൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ രീതിയിലല്ലേ അവർ ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അവന്മാരെ അടിച്ച്, അവരെ രണ്ടുപേരെ അടിച്ച്. ചോദിക്കുമ്പോൾ എൻ്റെ രണ്ട് സഹോദരങ്ങളെ അടിച്ച്. അപ്പോഴത്തേക്കും കൊച്ച് എൻ്റെ കൂടെ നിന്ന് അവിടെ വീടിനകമൊക്കെ തൂത്തുവരായിരുന്നു. അവളെ വലിച്ചിങ്ങ് വെളിയിലിറക്കി നിർത്തി കളഞ്ഞ്. അങ്ങനെ അവരെന്നെ ഉപദ്രവിച്ചു. ഞാൻ വീട്ടിലോടി വന്നപ്പോഴത്തേക്കാണ് സഹോദരങ്ങൾ ഓടി വന്നത്. അങ്ങനെ എന്നെ അടിച്ച്. അങ്ങനെ അവരെ അടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അമ്മ എല്ലാവരും ഓടി വന്നപ്പോൾ അമ്മേനെ അടിച്ച്. ഇളയ ചെറുക്കനും മൂന്നാമത് ഗർഭിണിയാണ്. അപ്പോഴത്തേക്കും മൂത്തവന് ഒരുമേ ദണ്ടുകൊണ്ട് അവൻ്റെ ഇളയവനെ നാക്കിലിങ്ങനെ അടിച്ചപ്പോഴത്തേക്കും ഇളയ സഹോദരനെ അടിക്കല്ലെന്ന് പിടിച്ചപ്പോഴത്തേക്കും എന്നെ വലിച്ചിങ്ങ്. അപ്പം എന്നെ അടിക്കൽ, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വയറ്റിൽ ചവിട്ടി എന്നെ ഇങ്ങ് തള്ളിയിട്ട്. അങ്ങനെയാണ് പിന്നെ എല്ലാവരും കൂടി വന്ന് കേസ് കൊടുത്ത്. അപ്പോഴത്തേക്കും ആർ എസ് എസ് എന്നും പറഞ്ഞ് നമ്മളൊന്നും ചെയ്യൂലെന്നാണ് അവർ പറയണത്. ഹരിജനങ്ങൾ എന്നും അവിടെ നാക്കും മൂക്കൊന്നും ഇല്ലാതെ അവർ അടിമയിൽ ജീവിക്കണമെന്നാണ് അവർ പറയണത്. അയാൾക്ക് ആർ എസ് എസിലെ പിടിപാടുള്ളതുകൊണ്ട് നമ്മളൊന്നിലും ഇടപെടാൻ പാടില്ല. അയൽവാസിയില്ല, വാടകയ്ക്ക് വന്ന് താമസിക്കണേണ്. പക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അവരെ പേര് കേസ് കൊടുത്ത് വട്ടിയൂർക്കാവ് പോലീസൊന്നും നമ്മളെ വഴക്കുറഞ്ഞിട്ട് പോകും. പക്ഷെ ഇന്നത്തോടെ മനസ്സിലായി ആർ എസ് എസിന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ പിടിപാടുള്ളത് കൊണ്ട് തന്നെയാണ്. വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ഒരാൾ ഇത്രമേൽ കാണിക്കണമെങ്കിൽ പോലീസുകാരൻ്റെ പിടിപാടുള്ളതുകൊണ്ട് തന്നെയാണ്. അജിത്തും അഭിജിത്ത്. അജിത്തിന് ഓപ്പറേഷൻ ചെയ്ത് തലയാണ്. അതെല്ലാം അവരടുത്ത് പറഞ്ഞിട്ടും അവരത് കേൾക്കാതെ തലയിൽ ഒരുമാതിരി അവരെ ഒരുമേ വിളക്ക് പോലത്തെ ദണ്ട് വെച്ച് തലയിൽ ഫുള്ളടിച്ച്. ഇളയവൻ്റെ നാക്ക് അവർ ദണ്ട് വെച്ച് കുത്തി ഇറക്കി ഇളയവൻ്റെ നാക്കിൽ. അവന് ശ്വാസം വിടാൻ പറ്റും. ഇപ്പം നമ്മളെ 3 പേര് മെഡിക്കലിലോട്ട് റെഫർ ചെയ്താണ് ഇവർ എഴുതിയിരിക്കുന്നത്. മെഡിക്കലിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇപ്പം വയറ്റിലാണ് അവർ ചവിട്ടിയത്. ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ സഹോദരന്മാരെ കുഞ്ഞിനെയല്ലേ നീ വയറ്റിയിട്ടോണ്ട് നടക്കണമെന്ന് പറഞ്ഞാണ് അവർ ചവിട്ടിയത്. ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ചവിട്ടിയ ആളെ എനിക്കറിയാം. പോസ്റ്റിന്റെ വെട്ടത്തിൽ നിന്നപ്പോഴാണ് അവരെന്നെ ചവിട്ടിയത്. പ്രകാശോ അങ്ങനെ എന്ത്, പ്രകാശോ പ്രവീണോ അങ്ങനെ എങ്ങാണ്ടോ ആണ്. പ്രകാശ് അയാളെ ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ മുകളിലാണ് അവരെ വീട്. അപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിന്റെ മുറ്റം നിന്ന് തൂത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ പറഞ്ഞത്.